ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് വിധി എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ കരുതി വച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള 3 ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെടിയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു ഇലയാണ് ഞാൻ സിമ്പിളൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റീഡിംഗ് കേൾക്കാവുന്നതാണ്. ഓർക്കുക, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടാവുന്നത്. വീഡിയോ ചെയ്തിരിക്കുന്ന സമയമോ ദിവസമോ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഇത്തരത്തിലുള്ള വീഡിയോസിന് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപകാരമാണ്. കാരണം ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് കൂടി നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ചാർട്ട് റീഡിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ്, ഗൈഡൻസ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് പ്രത്യേകമായിട്ടുള്ള ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതായത് നിങ്ങൾക്കിത് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. റെസൊണേറ്റ് ആവാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക. ഇതൊരു പോസിറ്റീവ് മെസ്സേജായിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. കണ്ണടച്ച് അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഡീപ് ബ്രീത്തിങ് ചെയ്ത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഫസ്റ്റ് പൈൽ സാമ്പത്തിക വിജയത്തിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ലോട്ടറി സൗഭാഗ്യം, നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് വരാനുള്ള സാധ്യത, നിങ്ങളുടെ പൂർവിക സ്വത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ വരും നാളുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ അതിനധികം വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ ഈ ഒരു ജേണി, അതായത് പ്രപഞ്ചം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു, ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്ര സമയമെടുക്കും എന്നതിനെക്കുറിച്ചിട്ടല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളതൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിധി കാത്തു വെച്ചിരിക്കുന്നത് സാമ്പത്തിക വിജയം തന്നെയാണ്. ഓക്കെ, ചിലർക്കെങ്കിലും അധികം വൈകാതെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചെറിയ ഒരു അളവിലെങ്കിലും, ചെറിയൊരു എമൗണ്ടെങ്കിലും ലോട്ടറി സൗഭാഗ്യം, ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പൂർവിക സ്വത്ത് നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്വത്ത് തർക്കം പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു എന്തെങ്കിലും കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിജയിക്കും. പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു അനന്തരാവകാശം പോലുള്ള കാര്യങ്ങൾ ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് സംഭവിക്കും എന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നിങ്ങൾ ശാന്തത പാലിക്കുക, വളരെ സൗമ്യമായിട്ടിരിക്കുക, അത്ഭുതകരമായിട്ടുള്ള ഈ സംഭവങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. ഓക്കെ, കൂടാതെ സാമ്പത്തിക വിജയം മാത്രമല്ല കാണുന്നത്. വരുന്ന കാർഡുകൾ നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ട്, നിങ്ങളുടെ ജനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാനും കരിയറിൽ ഗ്രോത്ത് കാര്യങ്ങൾ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള അവസരം, പരിഹാരങ്ങൾ തീർച്ചയായിട്ടും പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ട്. സോ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളിപ്പോൾ പരിഗണന നൽകുക. അതായത് ചില കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യാത്ര ഇവിടെ വച്ചിട്ട് തന്നെ ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു മെയ് മാസം തൊട്ടിട്ട് നിങ്ങളുടെ ഗ്രോത്തിലേക്കുള്ള കാര്യങ്ങൾ, എനർജി കൂടുതലായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതം സമൃദ്ധിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലർക്കെങ്കിലും സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായിട്ടുള്ള വളർച്ച, ഈ ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യലായിട്ടുള്ള അബൻഡൻസിലേക്കുള്ളൊരു കണക്ഷൻ കൂടിയാണ് കേട്ടോ. ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട,
ജസ്റ്റ് എല്ലാം വിഡ്രോ ചെയ്തിട്ട് പോവുക മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സ്പിരിച്വൽ എനർജി, ആത്മീയമായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യലായിട്ടുള്ള എനർജി കൂടിയാണ്, അബൻഡൻസ് എനർജി തന്നെയാണ്. ഓക്കെ, മണി ഫ്ലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ പവർ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കുക, അതായത് അവനവനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഫോട്ടോ നിങ്ങൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരമില്ലാത്തൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. വരും നാളുകൾ വിധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തുവച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. അബൻഡൻസ് ആണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു അവസരത്തിലായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസൊനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾക്കൊരുപാട് ഭാഗ്യം, പ്രണയത്തിൽ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് കൂടുതലായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ വിദൂരമല്ലാത്തൊരു ഭാവിയിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് അവിസ്മരണീയമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ സാധ്യമാണ്. ശക്തമായിട്ടുള്ള ചില ഇമോഷണൽ ബോണ്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശക്തമായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ചിലർക്കത് റീയൂണിയൻ പോസിബിലിറ്റി, നിങ്ങളുടെ എക്സ് പാർട്ട്ണറുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി ആയിരിക്കാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വളരെ നാളുകളായിട്ട് റിയൂണിയന് വെയിറ്റ് ചെയ്യുകയാണ് അത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് കേട്ടോ എക്സ് റിലേഷൻഷിപ്പായിട്ടൊരു റീയൂണിയൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിലർക്കത് മാരേജ് സംബന്ധമായിട്ട് ഒരുപാട് നാളുകളായിട്ട് മാരേജ് റെഡിയാവാതെ വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു അവസരം, വരുന്ന 6 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും എല്ലാ അവസരങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടൊരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. അധികം വൈകാതെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പരസ്പരമുള്ള ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ഫോട്ടോ കൂടുതലായിട്ട് സൺ റിലേറ്റഡ് ആയിട്ടുള്ളൊരു എനർജി, സൂര്യപ്രകാശ കിരണം, അതേ സമയത്തൊരു പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ളൊരു എനർജി കൂടിയാണ് എനിക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. സോ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഭൂതകാലവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില വ്യക്തികളോടായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളോടായിരിക്കാം നിങ്ങൾക്കിപ്പോഴും അടങ്ങാത്ത ഒരു സ്ട്രോങ് ഡിസയർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. വീണ്ടും അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു. വളരെ ചുരുക്കം പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ വീണ്ടും അവരുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ വരാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള വൈബ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സ്ഥിരത നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് മനസ്സിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ദെൻ ലെറ്റ് ഗോ ചെയ്യുക. എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്ത് വിഷമിക്കാതിരിക്കുക ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിക്കുന്നു. ചിലർക്ക് നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇമോഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് വന്ന് കണക്റ്റ് ആവുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾ അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലരെങ്കിലും വളരെ അവിചാരിതമായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ മെസ്സേജ് അല്ലെങ്കിൽ അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുക, ഇങ്ങനെയുള്ളൊരു ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. ചിലർക്ക് വളരെ പാസ്റ്റ് സംബന്ധമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വിട്ടുപോയ ചില ബന്ധങ്ങൾ വീണ്ടും നിങ്ങളെ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അത് ചിലപ്പോൾ റൊമാൻസ് സംതിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധം ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, പഴയ ഫ്രണ്ട്ഷിപ്പ് പോലുള്ള കാര്യങ്ങളായിരിക്കാം വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊനേറ്റ് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.
തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഭാഗ്യം സംബന്ധമായിട്ടുള്ള ചില എനർജിയാണ്. ഓക്കെ, ബിസിനസ്സിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ കാണാൻ സാധിക്കുന്നു. ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ പ്രൊജക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒക്കെ ആലോചിക്കുന്നവർക്ക് ഇനി ഇത്ര നാളും തടസ്സങ്ങൾ മാത്രം ആയിരുന്നു ബിസിനസ്സിലെങ്കിലും നിങ്ങൾക്ക് വരും നാളുകളിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ തടസ്സം എന്ന് ചിന്തിച്ചിട്ട് ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വരും നാളുകൾ വിധി നിങ്ങൾക്കായിട്ട് കാത്തുവച്ചിരിക്കുന്നത് നല്ല വിജയമാണ്. കാരണം നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ട സമയമല്ല, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം വരും നാളുകൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഏതൊരു ആശയവും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് കാണുന്നത്. അധികം ഈ ഒരു വർഷം കഴിയുന്നതിന് ശേഷം 2025 ശേഷം നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ പൂർണ്ണമായിട്ടും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വരുമെന്ന് കാണാൻ സാധിക്കുന്നു. ഓക്കെ, സോ അവനവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് കാര്യങ്ങൾ മോട്ടിവേഷനൊക്കെ നൽകുന്നുണ്ടാവും, അവനവന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ നൽകാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അവനവന് വേണ്ടിയിട്ട് കൂടി മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ വ്യക്തിത്വമാണ് കാണാൻ സാധിക്കുന്നത്, മാഗ്നറ്റിക് പവർ. ഓക്കെ, ആളുകൾ നിങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വ്യക്തിത്വം, മാഗ്നറ്റിക് പവർ നിങ്ങൾക്ക് രൂപപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. അതിൻ്റെ ഫലമായിട്ട് ധാരാളം ആരാധകരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് പേർ നിങ്ങളിലേക്ക് കണക്റ്റഡായിട്ട് ആകർഷിക്കപ്പെട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരുന്ന ആളുകൾ അത്രയും നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഫോഴ്സിലേക്കാണ്, ഒരു പവറിലേക്കാണ് നിങ്ങൾ ഉയർന്നു വരാൻ ഇരിക്കുന്നത്. സോ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് മോട്ടിവേറ്ററായിട്ടും ഒക്കെ നിങ്ങൾക്ക് തുടരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഭാഗ്യമാണ് ഇവിടെ കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ ഭാഗ്യം നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണാൻ സാധിക്കുന്നു. കാന്തിക വ്യക്തിത്വം ഞാൻ പറഞ്ഞു. സോ നല്ല രീതിയിലുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വരുന്ന ആളുകളിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കഠിനാധ്വാനം ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഏൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അധികം വൈകാതെ നിങ്ങൾക്ക് അധികം കഠിനാധ്വാനം ഇല്ലാതെ തന്നെ ഇത്രയും നാളത്തെ എഫേർട്ടിൻ്റെ ആ ഒരു റിസൾട്ട് കൊയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം വിജയത്തിൻ്റെ പടികളാണ് കാണുന്നത്, അത്തരത്തിലുള്ള കാർഡുകളാണ് വരുന്നത്. സോ ആത്മവിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറന്നിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ വരുന്ന ആളുകളിൽ സഹായിക്കുന്നതാണ്. ധൈര്യവും തുറന്ന മനസ്സുമാണ് നിങ്ങൾക്ക് ആവശ്യം. ഇത്രയും നാളത്തെ നിങ്ങളുടെ പാസ്റ്റ് ഭൂതകാലം നിങ്ങളെ എത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചു അതൊന്നും ഈ ഒരു സമയത്ത് ആലോചിക്കേണ്ടതായിട്ടില്ല. വളരെ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയമാണ്. ചിലർക്കെങ്കിലും ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളുള്ളതായിട്ട് കാണുന്നു. പക്ഷെ അതിന് ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു സമയമല്ല. പതിയെ ഓരോ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും വിധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തുവച്ചിരിക്കുന്ന ഭാഗ്യം സമൃദ്ധിയും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.